ഹായ് എവരിവൺ, മൈ നെയിം ഈസ് ജെനിഫർ ആൻഡ് മാത്യു. ഞാനൊരു റീസെൻ്റ് ഓസ്കി വിന്നറാണ്. അതിൻ്റെ എല്ലാവിധ സന്തോഷവും നന്ദിയും ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു. രണ്ടാമതായി മൈൻഡ് ട്രീ ടീമിനുള്ളതാണ് എല്ലാവിധ നന്ദിയും. കാരണം അവരുടെ ഹെൽപ്പില്ലാതെ കൊണ്ട് ഈ ഒരു വലിയ കടപ്പ പാസ്സാകുക എന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. വളരെ ടഫായിട്ടുള്ളൊരു പ്രോസസ്സിങ് ആയിരുന്നെങ്കിൽ പോലും മൈൻഡ് ട്രീയുടെ ഹെൽപ്പോട് കൂടി ഇത് വളരെ ഈസിയായി ചെയ്യാൻ എനിക്ക് പറ്റി. അവരുടെ ഓരോ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത ഡേ തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഹെൽപ്പുകളും ഏത് സെക്കൻഡിൽ വിളിച്ചാലും ഫോൺ എടുക്കാനും അറ്റൻഡ് ചെയ്യാനും അവർ അതിന് റിപ്ലൈ തരാനും ഉള്ള അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി വളരെ പറയേണ്ടത് തന്നെയാണ്. കാരണം എപ്പോൾ വിളിച്ചാലും എനിക്ക് ഒത്തിരി ഡൗട്ടുകളുള്ള ഒരാളായിരുന്നു. എപ്പോൾ വിളിച്ചാലും എന്തിനും ഹെൽപ്പ് ചോദിച്ച് ക്ലിയർ ചെയ്ത് അവർ ഏത് മെസ്സേജ് ഇട്ടാലും വിത്തിൻ 30 മിനിറ്റ്സ് അവർ അതിനുള്ള റിപ്ലൈ തന്നിരിക്കും. പിന്നെ അവരുടെ ഓരോ വർക്കുകളും പേപ്പർ വർക്കുകളും തൊട്ട് എല്ലാം ഓരോ പ്രോസസ്സിങ്ങും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു. യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ നമ്മളുടെ ടൈമിന് വളരെ വാല്യൂ കൽപ്പിച്ച് നമുക്ക് എപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നോ ആ സമയത്ത് നമ്മളെ വിളിച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവർ നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മളെ കൊണ്ട് നോട്ടിഫൈ ചെയ്യിപ്പിച്ച് നമുക്ക് മെസ്സേജിലൂടെയും അത് ക്ലിയർ ചെയ്ത് തന്ന് നമുക്കത് അറേഞ്ച് ചെയ്യാനുള്ള ടൈം തന്ന് എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് അവരുടെ ഓരോ ടീംസും വർക്ക് ചെയ്തത്. അതും അവർ വളരെ വൃത്തിയായിട്ട് ഡോക്യുമെൻറ്റേഷൻ ടീം വേറെ, വിസ പ്രോസസ്സിംഗ് ടീം വേറെ, അങ്ങനെ എല്ലാത്തിനും ടീം IQN ടീം വേറെ, ഓസ്കിയുടെ ടീം വേറെ, അങ്ങനെ എല്ലാവരും ഡിഫറെൻറ്റ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അടുത്ത ടീമിലേക്ക് നമ്മളെ ആഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എല്ലാം വൃത്തിയായി ചെയ്യുന്ന നല്ലൊരു ഏജൻസിയാണ് മൈൻഡ് ട്രീ. അതിൽ ഈ ഓസ്കിയും IQNും പാസ്സാകാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ജിജോ ബ്രദറിൻ്റെ ക്ലാസ്സുകൾ, അഞ്ജു മാമിൻ്റെ ക്ലാസ്സുകൾ ഒക്കെയാണ്. ജിജോ ബ്രദറിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയുക തന്നെ വേണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഞാൻ ഓക്ലൻഡിലാണ് 2 ആഴ്ച ട്രെയിനിങ് എടുത്തത്. അവിടെ വളരെ കഷ്ടപ്പെട്ട ആ ടൈമിൽ പുള്ളിയുടെ കാലിന് പോലും വയ്യാതിരിക്കുന്ന സമയത്തും ഫുൾ ടൈം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഓരോ ടോപ്പിക്കുകളും വൃത്തിയായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് തിയററ്റിക്കൽ ക്ലാസ്സിന് ശേഷം ഓരോ സ്റ്റേഷനുകളും അത് പ്രസൻറ്റ് ചെയ്ത് ഞങ്ങളെ പ്രാക്ടിക്കലി കാണിച്ച് എന്നിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് അത് വീണ്ടും ചെയ്യിപ്പിച്ച് ഒത്തിരിയും ഹെൽപ്പ് ചെയ്താണ് ഞങ്ങൾ ഈ ഓസ്കി എക്സാം പാസ്സായത്. വളരെ നാച്ചുറലായിട്ടുള്ള വേയിലാണ് ഓസ്കിയെ അറ്റൻഡ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ യാതൊരു സ്ക്രിപ്റ്റോ ഒന്നുമില്ല. വളരെ വൃത്തിയായിട്ട് എങ്ങനെ നോർമലി ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ജിജോ ബ്രദർ പറയുന്ന തിയറി. അതാണ് ഓസ്കിയിൽ അവർക്ക് വേണ്ടത്. കാരണം അല്ലാതെ നമ്മുടെ ഹൈഫൈ നമ്മുടെ നോളജോ ഒന്നുമല്ല. വളരെ നാച്ചുറലായിട്ടൊരു പേഷ്യൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് നമ്മളെ മൈൻഡ് ട്രീ ടീം പഠിപ്പിക്കുന്നതും അതാണ് ഞങ്ങൾ അവിടെ എക്സാമിന് പെർഫോം ചെയ്തതും. അതിൽ നിന്ന് അതുകൊണ്ട് മാത്രമാണ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ വിജയം കരസ്ഥമാക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഓരോരുത്തരും, റെൻസ് ബ്രദർ ആണെങ്കിലും ഡെൻസി ആണെങ്കിലും ചിഞ്ചു ആണെങ്കിലും ഒക്കെ വളരെ വൃത്തിയായിട്ട് നമ്മുടെ ഓരോ കുറവുകളും മനസ്സിലാക്കി നമുക്ക് എവിടെയാണോ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് അത് ആ 2 വീക്സ് കൊണ്ട് നമുക്കത് പറഞ്ഞു തന്ന് നമ്മളെ ക്ലിയർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പ്രാക്ടിക്കലി ചെയ്യാൻ അവർ ഒത്തിരിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ അക്കോമഡേഷൻ, ഞാൻ 2 ആഴ്ച ഓക്ലൻഡിലാണ് ട്രെയിനിങ് എടുത്തതെന്ന് പറഞ്ഞത്. കാരണം അവിടെ അക്കോമഡേഷൻ വളരെ നല്ലൊരു
അക്കോമഡേഷനാണ്. എല്ലാവർക്കും വളരെ പ്രോപ്പറായിട്ട് പ്രൈവസി മീൻസ് എല്ലാ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അക്കോമഡേഷൻ. അതുപോലെ ഫുഡ് ആണെങ്കിലും എല്ലാ രീതിയിലും വളരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവനവന് ആവശ്യമുള്ള എന്തും എപ്പോഴും ഉണ്ടാക്കി കഴിക്കുമോ എന്താണെങ്കിലും. അതുപോലെ വളരെ ഒരു ടീം, ഒരു ഹോസ്റ്റൽ ലൈഫ് പോലെ നല്ല രസമുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. വളരെ ഞങ്ങൾ എൻജോയ് ചെയ്തു നന്നായിട്ട്. എല്ലാ ഫ്രീഡവും നമുക്കവിടെ അക്കോമഡേഷനിൽ കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസുമാണ് അക്കോമഡേഷൻ. അതുപോലെ ട്രെയിനിങ് ആണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസത്തിൻ്റെ ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യും. അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ അതുപോലെ IQൻ്റെ ക്ലാസ്സുകൾ വളരെ ബ്യൂട്ടിഫുൾ ക്ലാസ്സസ് ആയിരുന്നു. വളരെ നോളജബിൾ ക്ലാസ്സസ്. അഞ്ജു മാമിൻ്റെ ആണെങ്കിലും ജ്വൽ മാമിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ഇനി മുമ്പോട്ടും അക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് വലിയ കാര്യം. ഞാൻ മൈൻഡ്രി ടീമിനെ മറ്റുള്ളവർക്കും റെഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ ആര് ചോദിച്ചാലും, ഞാനിത് പാസ്സായെന്ന് അറിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് പഠിച്ചത്. അപ്പം ഞാൻ എല്ലാവർക്കും മൈൻഡ്രിയെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു ടീമാണ്. അവരുടെ അണ്ടറിൽ നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വളരെ വൃത്തിയായിട്ട് ഈവൻ 1 ഇയറിനുള്ളിൽ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷൻ എൻ്റെ കൈ കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ് അതിൽ. എൻ്റെ ഡിസിഷൻ തെറ്റിയില്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ്. എല്ലാവരോടും ഒത്തിരിയും താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ജിജോ ബ്രദറിന്, ഡെൻസിക്ക്, റെൻസ് ബ്രദറിന്, ചിഞ്ചുവിന്, അതുപോലെ അഞ്ജു മാമിന് ഒക്കെ. അതുപോലെ കൊട്ടാരക്കരയിലെ ടീമും വളരെ നല്ലതാണെന്ന് ഞങ്ങളുടെ കൂടെ വന്ന് അവിടുന്ന് പഠിച്ചിട്ട് വന്ന ടീംസ് സ്റ്റുഡൻസ് ഞങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ മൈൻഡ്രി റെഫർ ചെയ്യുന്നു. താങ്ക് യു മൈൻഡ്രി ഫോർ ഹെൽപ്പിംഗ് മീ. താങ്ക് യു സോ മച്ച്.